വലിയ സ്റ്റൈലിൽ കെട്ടി പകുതിക്ക് ചഴിഞ്ഞു വഴി അതാണ് ഉണ്ടാവേണ്ടത്. ഇന്ത പക്കം കയറിയാലോ? കുത്തനെയാ? ഇത് കുത്തനെയാണോ? തെന്നാൻ ചാൻസ് ഉണ്ട് ചിലപ്പം. പിന്നിലാവിൻ പൂവിടർന്നു പൊൻവസന്തം നോക്കി നിന്നു. ഒരു പാട്ടിലൂടെയായിരുന്നു ദക്ഷിണയുടെ തുടക്കം. ആരാണ് ദക്ഷിണ? എന്താണ് ദക്ഷിണ? മുത്തശ്ശിയുടെ പേരാണോ ദക്ഷിണ? മുത്തശ്ശിയുടെ മകളുടെ പേരാണോ ദക്ഷിണ? ദക്ഷിണയുടെ വീഡിയോകൾക്ക് ആരാണ് ക്യാമറ ചെയ്യുന്നത്? ആരാണ് വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യുന്നത്? മഞ്ഞമുളക്ക് ബലം കിട്ടായികൊന്നും ഇല്ല കേട്ടോ നേർച്ചേ. ശരിക്കും 3 മൂട് നമുക്ക് മാറ്റാനുണ്ട്. 2 പറമ്പിലുള്ള 3 നമ്മുടെ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് തന്നെയുള്ള. അങ്ങനെയാണെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ട് കുറവെങ്കിലും വെട്ടണോ? വീടും പരിസരവും ഭംഗിയാക്കാനായി കുറച്ച് പണികൾ ചെയ്യാനുള്ള പുറപ്പാടാണ്. മുറ്റത്തോട് ചേർന്ന് വഴിയരികിൽ കുഞ്ഞൊരു മാവുണ്ട്. മാവിന് ചുറ്റും ചെറിയൊരു തറ, അതാണ് കാര്യം. മുളമെടഞ്ഞ് തറയുണ്ടാക്കാൻ തീരുമാനമായി. സാധാരണ കുറവ് മൂങ്കലാണ് മെടയാൻ ഞങ്ങൾ എടുക്കാറ്. മാവിന് ചുറ്റും വേണ്ടത് ഒരു വളച്ചെടുത്ത തറയാണ്. വളച്ച് മെടയണമെങ്കിൽ ഈറ്റ വേണ്ടി വരുമോ എന്നൊരു തോന്നൽ. പല പല വഴികൾ ആലോചിച്ചാണ് അവസാനം ഈറ്റയിൽ എത്തിയത്. മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട്? വയ്യായിക മാറിയോ? സുഖമാണോ? അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അമ്മ സുഖമായിട്ടിരിക്കുന്നു. അച്ഛനും അമ്മയും ഇപ്പോൾ സാരെങ്കിലില്ല, രണ്ടുപേരും പുറത്താണ്. അമ്മ പറയുന്ന പോലെ പറയുകയാണെങ്കിൽ ഒരിടത്തൊരിടത്ത് രണ്ടുപേരും സുഖിച്ചു വാഴുന്നു. എല്ലാം നല്ലതിന് എന്നല്ലേ? സാരംഗ് ബുക്സിൻ്റെ പുതിയൊരു പുസ്തകത്തിൻ്റെ എഴുത്തിലും മിനുക്കുപണിയിലുമാണ് രണ്ടുപേരും. ഞങ്ങൾ ബാക്കിയുള്ളവർ സാരംഗിലെ പതിവ് പരിപാടികളെല്ലാം ചെയ്യിച്ചും അങ്ങനെ മുന്നോട്ട് പോകുന്നു. അമ്മയ്ക്ക് 1-2 പഴയ വീഡിയോകൾക്ക് ശബ്ദം തയ്യാറാക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് വരട്ടെ. വരുന്നത് വരെ നമുക്ക് വിശേഷങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈറ്റ വെട്ടാൻ ചെക്ക് ഡാമിലെത്തി. മുന്നാലെ പിന്നാലെ മാറാതെ കൂടിയിട്ട് പിന്നാരം ചൊല്ലുന്നു മണവാ. ഞങ്ങൾ 4 പേര് കൂടിയാണ് ദക്ഷിണ തുടങ്ങിയത്. 4 പേരെന്ന് പറയുമ്പോൾ ഞാനും ഉണ്ണിയാർച്ചയും കണ്ണകിയും ഇന്ദുലേഖയും. ഇന്ദുലേഖ എൻ്റെ പെങ്ങളാണ്. മാൾട്ടിയെന്ന് ഞങ്ങൾ വീട്ടിൽ വിളിക്കും. കണ്ണകിയും ഉണ്ണിയാർച്ചയും മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും മക്കളാണ്. അവർക്കൊരു ചേട്ടനും കൂടിയുണ്ട്. ക്ഷേമക്കൊന്നല്ലേ? ഒരു ഉത്തരവാദിത്തമില്ലാതെ വളർന്നു. 20 വർഷത്തിലേറെയായി ഞങ്ങളുടെ ഈ കൂട്ടുകെട്ട് തുടങ്ങിയിട്ട്. കണ്ണകിയും ഉണ്ണിയാർച്ചയും കളരി പഠിക്കാനായാണ് തൃശ്ശൂർ ജില്ലയിലെ ആളൂരിൽ വരുന്നത്. അവിടെ ഇവർ താമസിച്ചിരുന്നത് എൻ്റെ വല്യച്ഛൻ്റെ വീട്ടിലായിരുന്നു. വല്യച്ഛൻ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും സുഹൃത്തായിരുന്നു. അച്ഛനും അമ്മയ്ക്കും ഇവരുടെ വല്യച്ഛനുമായിട്ടുണ്ടായ ആ ഒരു സൗഹൃദമാണ് ഞങ്ങൾ 4 പേരും തമ്മിൽ കണ്ടുമുട്ടാനുണ്ടായ കാരണം. ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വിശദമായിട്ട് പിന്നീട് പറയാമെന്ന് കരുതുന്നു. എന്തായാലും അച്ഛനും അമ്മയും തിരിച്ച് സാരംഗിൽ എത്തുന്നത് വരെ ഇതുപോലുള്ള കുറച്ച് വിശേഷങ്ങൾ ഞങ്ങൾ പറയാം. വലിച്ചുവിടാനാണോ? എഴുത്തും വായനയും ഭാഷയും കണക്കും കമ്പ്യൂട്ടറും സയൻസും മുതൽ ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിലേക്ക് വേണ്ടതെല്ലാം പഠിക്കുന്നതിനോടൊപ്പം അതേ പ്രാധാന്യത്തോടെ തന്നെയാണ് കലാപഠനവും സാരംഗിൽ നടത്തുന്നത്. ഓരോരുത്തരും ഓരോ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും കഴിവുകളും ഒക്കെ ഉള്ളവരല്ലേ. ആ ഇഷ്ടങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് സാരംഗിൻ്റെ സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത്. സംഗീതം, നൃത്തം, കളരി, കഥകളി, വയലിൻ, പുല്ലാങ്കുഴൽ, മ്യൂറൽ പെയിൻറ്റിംഗ്, നാടകം, കൊത്തുപണി, മൃദംഗം, തബല തുടങ്ങി പറ്റാവുന്ന കലാരൂപങ്ങളെല്ലാം തന്നെ ഞങ്ങൾ പഠിക്കാനായി പോയിരുന്നു. കുറച്ചു വർഷം അതങ്ങനെ തന്നെ തുടർന്നു. പിന്നീട് ഓരോരുത്തരും അവരവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് അത് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അതിൽ തന്നെ ഞാനും മാളൂട്ടിയും സംഗീതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയി. ഫ്ലൂട്ട് ഉണ്ടാക്കാൻ അറിയാവുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അത് മാത്രം ആരും പഠിപ്പിക്കില്ലെന്നേ.
ഞാൻ 1-2 പേരോടൊക്കെ ചോദിച്ചതാ. പക്ഷെ എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം വരുമ്പോൾ അവളകന്നു പോയ നാൾ മുതൽക്ക് കണ്ണീർ വിട്ടതാ, ഞാൻ കണ്ണീർ വിട്ടതാ. എനിക്ക് ക്യാമറ എഡിറ്റിങ് തുടങ്ങിയ അത്തരം കാര്യങ്ങളോടായിരുന്നു കൂടുതൽ താല്പര്യം. അതിനായി ഞാൻ സമയം കണ്ടെത്തി. കൂട്ടത്തിൽ വയലിനും പഠിക്കുന്നുണ്ടായിരുന്നു. ഇനി ആ പാത്രം മൊത്തത്തിലെടുക്കണേ. ഒന്നുകൂടി കൈ പുറകോട്ട് പോട്ടെ, കൈ പുറകോട്ട് പോട്ടെ. പാട്ട് പാടിയിട്ട് വാ. കടലെടുക്കാൻ വരുവാണേ. എടുത്തു. നമ്മൾ മുറിക്കാണ്ട് പോയി നഷ്ടമായി കേട്ടോ. നൃത്തവും തബലയും ഒക്കെ പഠിച്ചു തുടങ്ങിയ കണ്ണേച്ചി പതുക്കെ ക്രാഫ്റ്റ് വർക്കിലേക്ക് മാറി. പിന്നീട് ഞങ്ങളുടെ പല വരുമാന മാർഗങ്ങളിൽ ഒന്നായി മാറി അത്. നോക്കട്ടെ, ഞാൻ തോളിലേക്ക് ഒരു കത്തി നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലടി. ആ അതെ, തോളിലേക്ക് കിട്ടിയാൽ പിന്നെ അച്ഛനും ചേട്ടനും പണ്ടെടുത്തിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ സാരെങ്കിൽ ഇരിപ്പുണ്ട്. എൻ്റെ അച്ഛനും ചേട്ടനും ആയതുകൊണ്ട് പറയുമല്ല, രണ്ടുപേരും നല്ലപോലെ ക്യാമറ കൈകാര്യം ചെയ്യും. അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്കും അതിനോടൊരു താല്പര്യം തോന്നിയത്. 2015 ഞങ്ങൾ സ്വന്തമായൊരു ക്യാമറ വാങ്ങുന്നത്. ക്യാനൻ 1200D ആയിരുന്നു അത്. വിഷുത്തലേന്നാണ് ആ ക്യാമറ കയ്യിൽ കിട്ടിയത്. അങ്ങനെ പിറ്റേന്ന് വിഷുക്കണിയുടെ ഫോട്ടോ എടുത്തുകൊണ്ടായിരുന്നു തുടക്കം. ഇതോ ഇല്ല വീട്ടില്ല. ക്യാമറയുമായി കൂടുതൽ സമയം ചെലവിട്ടത് ഞാനായിരുന്നു. ചുറ്റുവട്ടത്ത് കാണുന്ന എല്ലാത്തിനെയും ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും ആ ക്യാമറയുടെ ABCD പഠിച്ചെടുത്തു. സംശയം വരുന്ന കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ നോക്കിയും പഠിച്ചു. മേത്തടിക്കില്ലല്ലോ ചേട്ടാ, നീ അവളോ ഇവളോ അഴക് ഇന്ത പക്കം കയറിയാലോ? കുത്തനെയാ ഇത്? കുത്തനെയാണോ? തെന്നാൻ ചാൻസ് ഉണ്ട് ചിലപ്പം. അല്ലേ കുത്തി ചാരി വെച്ചിട്ട് വലിച്ചു കയറ്റിയാലോ? ആ നോക്കട്ടെട്ടാ, ഇല്ല കയറി നോക്കാം. ഞാൻ ഇതിലെ കയറിയാൽ പിന്നെ വഴിയായില്ലേ, കയറി കിട്ടിയ. അങ്ങനെ എൻ്റെ സ്വന്തം മോഡലുകളായ കണ്ണേച്ചിയും മാളുവിനെയും ഹിരണ്യെയും ഒക്കെ കൂട്ടി ഒരു ഓണം വീഡിയോ ചെയ്ത് ഫേസ്ബുക്കിലിട്ടു. നല്ല കുറേ അഭിപ്രായങ്ങൾ കിട്ടി, സന്തോഷമായി. ആ ക്യാമറ ഉപയോഗിച്ച് ഇതുപോലെ വീണ്ടും ചെറിയ ചെറിയ പരിപാടികൾ കുറേ ചെയ്തു. ഇതിനിടയിൽ ചേട്ടനും ചേച്ചിയും, അതായത് ഹിപ്പാച്ചിയുടെ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഞങ്ങളും ഒക്കെ ചേർന്ന് 2 ഷോർട്ട് ഫിലിം ചെയ്തു. അങ്ങനെ സാഹചര്യങ്ങളെല്ലാം ഞങ്ങളെ ഇതേ വഴിയിലേക്ക് എത്തിക്കുകയായിരുന്നു.
കാലം ഉരുണ്ടുകൊണ്ടിരുന്നു. വിഷു വന്നു, ഓണം വന്നു, ഞങ്ങളുടെ ഇഷ്ടങ്ങളും വളർന്നു വന്നു. നമുക്കും സ്വന്തമായ വീഡിയോകൾ ചെയ്യണമെന്ന് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞങ്ങൾക്ക് 4 പേർക്കിടയിൽ ചർച്ചകളും കൂടി വന്നു. അവസാനം അതിനൊരു തീരുമാനമായി. 4 പേരുടെയും കഴിവും ഇഷ്ടങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി വീഡിയോകൾ ചെയ്യാം, ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി വയ്ക്കാം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ഉണ്ടല്ലേ? എല്ലാം ഒടിഞ്ഞു മടങ്ങി കിടപ്പായിരുന്നത് കൊണ്ട് വെട്ടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. എങ്കിലും പണിക്ക് ആവശ്യത്തിനുള്ളത് കിട്ടി. എല്ലാം കെട്ടിപ്പെറുക്കി മുകളിലെത്തിച്ചു. അന്ന് കവർ സോങ്സ് ഒക്കെ ഒരുപാട് ഇറങ്ങുന്ന സമയമായിരുന്നു. നമുക്കും കവർ സോങ്സ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും വൃത്തിയിലും ഭംഗിയിലും ചെയ്യണമെന്നത് ഞങ്ങൾക്ക് എന്നും നിർബന്ധമാണ്. അതിന് കയ്യിലുള്ള ക്യാമറ പോരാ, ഇങ്ങനെ പോയാലും പോരാ, അടുത്ത ചുവടുവെപ്പ് വേണം. ഒരു കുറവും ഉണ്ടാകരുത്. ലൈറ്റിന് ലൈറ്റ്, നല്ല ക്യാമറ, നല്ല ലൊക്കേഷൻ ഒക്കെ വേണം. അതിനുള്ള സാമ്പത്തികവും നമ്മൾ ഉണ്ടാക്കും. അങ്ങനെ സാമ്പത്തികം കണ്ടെത്തി പാട്ടുകൾ പഠിച്ചു. മലർക്കൊടി പോലെ, കാതലെ കാതലെ എന്ന സിനിമാ പാട്ടുകളാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഇനി റെക്കോർഡിംഗ്. അതിനായി അന്നും ഇന്നും അരുണേട്ടൻ്റെ സ്റ്റുഡിയോയിലേക്കാണ് പോവുക. അങ്ങനെ റെക്കോർഡിംഗ് ഒരു ദിവസം കൊണ്ട് തീർത്ത് തിരിച്ചു പോന്നു. ഒരു പാട്ടിന് മ്യൂറൽ പെയിൻറ്റിംഗ് ഉള്ളൊരു ലൊക്കേഷൻ വേണമെന്നും ഉറപ്പിച്ചു. ഇതിനായി അഭിഭാഷനെ വിളിച്ചു. വരിക്കാശ്ശേരി മനയിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി മ്യൂറൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രേതം സിനിമയ്ക്ക് വേണ്ടി ചെയ്ത മ്യൂറൽ ആണെന്നാണ് ഓർമ്മ. എന്തായാലും അവിടെ ഒരുപാട് സേവ് ദ ഡേറ്റ് വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ്. അങ്ങനെ വരിക്കാശ്ശേരി മന ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് മണിക്കൂറിന് വാടകയ്ക്ക് കിട്ടുമെന്ന് അറിയാനും കഴിഞ്ഞു. വയലിയിലെ വിനോദേട്ടനാണ് അവിടുത്തെ നമ്പർ സംഘടിപ്പിച്ചു തന്നത്. മണിക്കൂറിന് 500 രൂപ വാടകയായി എന്നാണ് ഓർമ്മ. 2 മണിക്കൂർ നേരത്തേക്ക് മന ബുക്ക് ചെയ്തു. തീയതിയും സമയവും ഉറപ്പിച്ചു. ഇനി ക്യാമറ ഒപ്പിക്കണം. ചാപ്പാക്കുരിശ് ഷൂട്ട് ചെയ്തത് 70-ലാണെന്നൊക്കെ കേട്ടിട്ടുള്ള സമയമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കും അത് പോരെ എന്നായി. ക്യാമറ വാടകയ്ക്ക് കിട്ടുന്ന സ്ഥലങ്ങൾ അന്വേഷിച്ച് അവസാനം ഞങ്ങൾ ബാബുചേട്ടനെ കണ്ടുമുട്ടി. അവിടുന്ന് ക്യാനൻ 6D വാടകയ്ക്ക് കിട്ടുമെന്ന് ഉറപ്പിച്ചു. കേട്ടുപരിചയം മാത്രമുള്ള ഒരു ഗംഭീര ക്യാമറ 6D. അതിന് കയ്യിലിണങ്ങണം. ഷൂട്ടിന് ഒരു ദിവസം മുമ്പെങ്കിലും കയ്യിൽ കിട്ടണം. എങ്കിലേ അതുമായി ഒന്ന് പരിചയപ്പെടാൻ കഴിയൂ. കാര്യങ്ങളെല്ലാം മൊത്തത്തിലൊന്ന് തീരുമാനിച്ചു. ഷൂട്ടിന് 2 ദിവസം. തലേന്ന് ക്യാമറ എത്തിക്കണം. ഷൂട്ട് കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു കൊടുക്കണം. അങ്ങനെ തലേന്ന് വൈകിട്ട് ക്യാമറ എൻ്റെ കയ്യിൽ കിട്ടി. അതായത് സാരംഗിൽ. രാത്രി ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഓരോന്നും മനസ്സിലാക്കാനായി ഷൂട്ടിങ് തുടങ്ങി. പിറ്റേന്ന് പകല് കുറച്ച് സമയം കാട്ടിലും സാരംഗിൻ്റെ പരിസരത്തും കറങ്ങി നടന്ന് എട്ടുകാലികളെയും നീറിനെയും പൂക്കളെയും ചെടികളെയും അങ്ങനെ ഒന്നിനെയും വിടാതെ എല്ലാത്തിനും വീഡിയോയും ഫോട്ടോയും ആക്കി. അങ്ങനെ അന്നത്തെ വൈകിട്ടത്തെ ലൈറ്റിന് കാതലേ കാതലയുടെ കുറച്ച് ഭാഗം നമ്മുടെ ശിരുവാണിപ്പുഴയിലും ഷൂട്ട് ചെയ്തു. പിറ്റേന്ന് വെളുപ്പിനെ തന്നെ വരിക്കാശ്ശേരി മനയിലേക്ക് പുറപ്പെട്ടു. ഞങ്ങൾക്കന്ന് ഒരു മാരുതി 800 ഉണ്ട്. അതിലാണ് യാത്ര. 4 പേർക്കും ഡ്രൈവിങ്ങും അറിയാം, ലൈസൻസും ഉണ്ട്. വലുത് 4ആയും ചെറുത് 2ഉം 3ഉം ഒക്കെയായും ചീകിയെടുത്ത് വാരികളാക്കി. മാവിന് ചുറ്റും കുറ്റികളടിച്ച് അകം പുറം എന്ന രീതിയിൽ മടഞ്ഞു. അങ്ങനെ മനയിലെത്തി ആഗ്രഹിച്ചതുപോലെ തന്നെ ഷൂട്ട് കഴിഞ്ഞു. ശേഷം വല്ലപ്പുഴയിൽ ക്യാമറ തിരിച്ചു കൊടുത്ത് സാരംഗിലേക്ക് പുറപ്പെട്ടു. തീരുമാനിക്കുന്ന കാര്യങ്ങൾ എല്ലാം അതുപോലെ നടക്കണമെന്ന് ഒരു നിർബന്ധവുമില്ലല്ലോ. എന്നിരുന്നാലും ഷൂട്ട് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി തീരുമാനിച്ച പോലെ തന്നെ നടന്നു.
ആ യാത്രയിൽ ഞങ്ങളുടെ മാരുതിയിലിരുന്ന് ഞങ്ങൾ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ചർച്ചയോട് ചർച്ച. എടുത്ത വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യണം, എന്തൊക്കെ അതിൽ എഴുതി ചേർക്കണം, നമ്മുടെയൊക്കെ പേര് വെക്കണോ വേണ്ടയോ, അങ്ങനെ ചർച്ച ചെയ്ത് ഞങ്ങളുടെ ഈ കൂട്ടിനൊരു പേര് വേണമെന്നായി ചർച്ച. ആ പേരിൽ ഇനിയും വീഡിയോകൾ ചെയ്യണം. ഇടുന്ന പേര് കേൾക്കാനും പറയാനും രസമായിരിക്കണം, ഓർത്തു വയ്ക്കാൻ പറ്റണം, ഒരുപാട് കേട്ട പേരാകരുത്. അധികം ആലോചിക്കുന്നതിന് മുൻപേ വിഷ്ണുചേട്ടൻ ഗുരുദക്ഷിണ എന്നായാലോ എന്ന് ചോദിച്ചു. അതെല്ലാവർക്കും ഇഷ്ടമായി. ഗുരു ഒഴിവാക്കിക്കൊണ്ട് ദക്ഷിണ മാത്രം മതിയെന്ന് തീരുമാനിച്ചു. ആ ദക്ഷിണ ഇന്ന് ഇങ്ങനെ ആകുമെന്നോ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് ഇത്ര സ്നേഹം തരുമെന്നോ ഒന്നും അന്ന് അറിയില്ലായിരുന്നു. മെടച്ചിൽ കഴിഞ്ഞ് അതിനകത്തേക്ക് മണ്ണിട്ട് നികത്തി. ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഇനി വേണമെങ്കിൽ ചാണകമൊക്കെ മെഴുകി ഇരിക്കാനെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെടികളും നടാം. ഒരാൾ നട്ട് പോവും, ഒരാൾ ഇളക്കി പോവും. അങ്ങനെ റെക്കോർഡ് ചെയ്ത പാട്ടുകളും എടുത്ത വിഷ്വൽസും എഡിറ്റിംഗ് ടേബിളിലെത്തി. അടുക്കി പെറുക്കി വന്നപ്പോൾ വിഷ്വൽസ് കുറവ്. വീഡിയോയിലെ ചില ഭാഗത്ത് ലൈറ്റിന് ഉപയോഗിച്ച ഗ്ലാസ് പേപ്പറിൻ്റെ സാന്നിധ്യം. എങ്ങനെയൊക്കെയോ ആ വീഡിയോ അന്നത്തെ എൻ്റെ പരമാവധിയിൽ എഡിറ്റ് ചെയ്ത് തീർത്തു. അന്ന് ഞങ്ങൾക്ക് ആ വീഡിയോ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. രാജമൗലിക്ക് ബാഹുബലി എത്ര പ്രിയപ്പെട്ടതാണോ അതുപോലെ. വേനലായതുകൊണ്ട് നമുക്കിവിടെ 10 മണി ചെടിയായിരുന്നു ആകെ പച്ചയായി നിന്നിരുന്നത്. സമയം പോലെ ഓരോരുത്തരായി ചെടി നട്ട് തറ നിറച്ചു. എന്തായാലും ഇത് വർഷങ്ങളോളം നിൽക്കില്ല, ഇത് പതിയെ മണ്ണെടുക്കും. വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യണം. 2 കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ ഉണ്ടാക്കി വീഡിയോ വരേണ്ടതിന് 2 ദിവസം മുൻപേ അതും ഇട്ടു. അന്ന് നമുക്ക് വീട്ടിൽ ഇൻ്റർനെറ്റ് കിട്ടില്ല. 8 വർഷം മുമ്പത്തെ കാര്യമാണ്. കാട്ടിലൊരു പ്രത്യേക ഭാഗത്ത് പോയി നിന്നാണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാറ്. വീഡിയോ ഇടേണ്ട ദിവസം വിഷ്ണുചേട്ടൻ യാത്രയിലാണ്. ഞങ്ങൾ ബാക്കി 3 പേരും സാരംഗിലുണ്ട്. എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അച്ഛനെയും അമ്മയും വീഡിയോ ഒക്കെ കാണിച്ചു. അതുവരെ അവരെ ഒന്നും കാണിച്ചിരുന്നില്ല. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ എക്സ്പോർട്ട് ചെയ്ത് കാട്ടിലെ ഇൻ്റർനെറ്റ് സ്പോട്ടിലേക്ക് ഞാനും മാളും എത്തി. വൈകിട്ട് 7 മണിക്കാണ് റിലീസ് വെച്ചത്. 1/4 മണിക്കൂർ എടുത്ത് ആ 3 മിനിറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പോഴേ തന്നെ വിഷ്ണുചേട്ടനോട് വിളിച്ചും പറഞ്ഞു. കണ്ടു നോക്കിയപ്പോൾ ഓഡിയോയിൽ എന്തോ തകരാറ്. സമയം 7 മണി ആവാറായി. ഉടനെ വീഡിയോ ഡിലീറ്റ് ചെയ്തു. വിഷ്ണുചേട്ടൻ അരുണേട്ടനെ വിളിക്കുന്നു, വേറെ ഓഡിയോ ട്രാക്ക് അയച്ചു കിട്ടുന്നു. ഞങ്ങളത് ഡൗൺലോഡ് ചെയ്യുന്നു, വീട്ടിലേക്ക് ഓടുന്നു, വീണ്ടും എഡിറ്റ് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു. ആകെ ബഹളം. എല്ലാം കഴിഞ്ഞ് വീണ്ടും കാട്ടിലേക്ക്. അപ്പോഴേക്കും രാത്രിയായി. എന്നാലും കുത്തിയിരുന്ന് അപ്ലോഡ് ചെയ്തു. സമാധാനമായി. പരിചയത്തിലുള്ള എല്ലാവർക്കും വീഡിയോ ലിങ്ക് അയച്ചു കൊടുത്തു. ഒരുപാട് നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കിട്ടി. അന്ന് രാത്രി ആ വീഡിയോ 1000 വട്ടം ഞങ്ങൾ തന്നെ കണ്ട് ആസ്വദിച്ചു. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷവും അഭിമാനവും ഒക്കെയായിരുന്നു. ഇനിയും ഇതുപോലെ ചെയ്യണമെന്നൊക്കെ ആവേശമായി.
എങ്കിലും ഒരുമിച്ച് റെക്കോർഡ് ചെയ്ത അടുത്ത പാട്ട് എഡിറ്റിംഗ് കഴിഞ്ഞിറക്കാൻ പിന്നെയും 2 മാസം സമയമെടുത്തു. ആഗ്രഹം കൂടുമ്പോൾ ഇതേ രീതിയിൽ ക്യാമറ വാടകയ്ക്കെടുത്ത് വീഡിയോകൾ ചെയ്യുന്നത് തുടർന്നു. ഇതിങ്ങനെ തുടർന്നാൽ പോരാ എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. സ്വന്തമായി നല്ലൊരു ക്യാമറ വേണം. ആഗ്രഹം കൂടിക്കൂടി വന്നു. കരഞ്ഞു പിഴിഞ്ഞ് ഗുരുകുലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളും 2 ദിവസം കൊണ്ട് മാരുതി കാറിൻ്റെ മുതലാളിമാരായ കഥയും മുടങ്ങാതെ വീഡിയോ ചെയ്യാനായി ഐഫോൺ എടുത്ത കാര്യങ്ങളുമൊക്കെയായി ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. എല്ലാം വഴിയെ പറയാം.